ഇന്ത്യൻ ഫുട്ബോളിന്റെ വളർച്ചയിൽ 2014 ISLന്റെ തുടക്കം തന്നെയാണ് പങ്കുവഹിച്ചത്. ISLനെ കൊണ്ടുവന്ന അംബാനി ഗ്രൂപ്പ് FSDL 11 വർഷങ്ങൾക്ക് ശേഷം കൈയൊഴിഞ്ഞപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇല്ലാതെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഒടുവിൽ തട്ടിക്കൂട്ടിയാണ് ഫാൻ കോഡ് വഴി കഴിഞ്ഞ ISL ചുരുക്കി തീർത്തത്. ഈസ്റ്റ് ബംഗാൾ കപ്പടിച്ച സീസൺ അവസാനിച്ചതോടെ പുതിയ ISL സീസൺ ഇനി എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും, ആര് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന തീരുമാനങ്ങളും ആശങ്കകൾക്കുമൊടുവിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് വരുന്നത്. അടുത്ത 4 വർഷത്തേക്ക് ISL പഴയ പ്രതാപത്തിൽ തന്നെ നടക്കുമെന്നും പുതിയ സീസൺ സെപ്റ്റംബർ 4 തുടങ്ങി ഏപ്രിലിൽ തീരുന്ന ലോങ് സീസൺ തന്നെയാണ് നടക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്പോർട്സ് മിനിസ്റ്റർ മൻസുഖ് മാണ്ഡവ്യ AIFFനെയും ISL ക്ലബ്ബുകളെയും ഒരുമിച്ച് നടത്തിയ ചർച്ചയിൽ തീരുമാനമായിട്ടുള്ളത്. കൂടാതെ ISLന് മുന്നേ ജൂൺ ലാസ്റ്റ് വീക്ക് തുടങ്ങി ജൂലൈ ലാസ്റ്റ് വീക്കോടെ അവസാനിക്കുന്ന രീതിയിൽ ഡ്യൂറൻ കപ്പും ISL കഴിഞ്ഞ് മെയ്യിൽ ഫെഡറേഷൻ കപ്പും ഉണ്ടായേക്കും. അതും ധാരണയായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ജൂൺ ലാസ്റ്റിൽ തുടങ്ങി മെയ് വരെ നീളുന്ന ബിഗ് ലോങ് സീസൺ വരാൻ പോവുകയാണ്. ഇനി വരും ദിവസങ്ങളിൽ ചർച്ചകളിൽ പുതിയ ഇൻവെസ്റ്റേഴ്സിന്റെയും ബാക്കി കാര്യങ്ങളെയും തീരുമാനമാകും. മുൻ AIFF പ്രസിഡന്റ് ആയിരുന്ന പ്രഫുൽ പട്ടേലും ചർച്ചയിലും ഈ തീരുമാനങ്ങളിലും സഹായമായിട്ടുണ്ട്. ചർച്ചകൾ പ്രകാരം 4 വർഷത്തേക്ക് ഓരോ ക്ലബ്ബുകളും AIFFന് 1,10 ലക്ഷം രൂപ ഫീയായി നൽകും. അങ്ങനെയാണെങ്കിൽ 14 ക്ലബ്ബുകളിൽ നിന്ന് AIFFന് ഒരു സീസണിൽ 15,40 ലക്ഷം രൂപ ലഭിച്ചേക്കും. അതായത് AIFFന്റെ ചുമതലയിൽ പക്ഷേ ക്ലബ്ബുകൾ ISL നടത്തുന്ന രീതിയാണ് വരുന്ന 4 സീസണുകൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒഫീഷ്യൽ എഗ്രിമെന്റും ഓരോ മേഖലയിലെ ഇൻവെസ്റ്റേഴ്സിന്റെയും മറ്റു കാര്യങ്ങളെയും അറിയാനാകും. ഒടുവിൽ ഓരോ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരും ആഗ്രഹിച്ച വാർത്ത എത്തിക്കഴിഞ്ഞു. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കേരള ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.